ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പം തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ഹോട്ടലിലാണുള്ളത്, ഗ്രാൻഡ് മെർക്കുറി എന്നുള്ള ഹോട്ടല്. അപ്പം ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. അപ്പം ഇന്ന് രാത്രി തുറക്കം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ നാട്ടിലോട്ട് പോവാണ്. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ. അപ്പോൾ ഇതാണ് റൂമിൻ്റെ കാഴ്ച. എല്ലാവരും അപ്പോൾ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡിയായി. ഇപ്പോൾ 7:30 കഴിഞ്ഞു ഇവിടെ സമയം. നമുക്ക് 8 മണിക്കെങ്കിലും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്താലേ എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് 8:30 കഴിഞ്ഞ് അല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ ഇവിടുന്ന് പോകാൻ കഴിയും. അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം. അപ്പം നല്ല വ്യൂ ആണ്. പക്ഷേ ഇവിടെ ബാൽക്കണി ഒന്നും ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെ കുറച്ച് വർക്കെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ താഴെയെല്ലാം രാത്രി എല്ലാം വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ റോഡിലൂടെ. അപ്പം പിന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു ടെമ്പിൾ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും ക്ലിയർ അല്ല അത്രയ്ക്ക്. ഇത് കണ്ടോ, കുറച്ച് ടെമ്പിൾ കാണുന്നുണ്ട്. ഗ്ലാസ് കുറച്ച് ഗ്രെയിൻസ് ഉള്ള ടൈപ്പ് ഗ്ലാസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാണാൻ. പിന്നെ ഇത് അവിടെ വർക്ക് നടക്കുന്നുണ്ട്. പുതിയ ഹോട്ടൽ റൂം പണിയുകയാണെന്ന് തോന്നുന്നു. അപ്പം നല്ല വ്യൂ ആണ്. ടൗണിൽ തന്നെയാണ് ഹോട്ടലുള്ളത്. അപ്പം ഇന്നത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ സഫാരി പാർക്കിലാണ് പോകുന്നത്. സഫാരി പാർക്ക്, അവിടെ കുറച്ച് ഷോകളുണ്ട്. ഒറാങ്കുട്ടാൻ ഷോ, ലോകത്തിലെ തന്നെ ആകെയുള്ള ഒരു ഒറാങ്കുട്ടാൻ ഷോയാണ് സഫാരി പാർക്കിലുള്ളത്. അത് കഴിഞ്ഞ് മറൈൻ പാർക്കിൽ പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഡോൾഫിൻ ഷോയും പിന്നെ പാമ്പ്, പിന്നെ ഏതായിരുന്നു ഡോൾഫിൻ ഷോ കൂടാതെ അത് രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ? ഡോൾഫിൻ ഷോയും ഒറാങ്കുട്ടാൻ ഷോയും പിന്നെ പാമ്പ്, മങ്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. ഇന്ന് വൈകുന്നേരം വരെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. 5 മണിയോടുകൂടി എയർപോർട്ടിൽ, നമ്മൾ ബാങ്കോക്ക് എയർപോർട്ട് DMK എന്ന് പറഞ്ഞ എയർപോർട്ടിൽ തന്നെയാണ് വന്നത്. അവിടുന്ന് തന്നെയാണ് തിരിച്ചു പോവുകയും ചെയ്യുന്നത്. ഈ തായ്ലൻഡിൽ 2 എയർപോർട്ടാണുള്ളത്. ബാങ്കോക്ക് എയർപോർട്ടും സുവർണഭൂമി എന്ന് പറഞ്ഞൊരു എയർപോർട്ടും. സുവർണഭൂമി ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഇന്ന് വൈകിട്ടത്തോടുകൂടി നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോകളുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. നല്ല ഫാസ്റ്റാണ് ഇവിടുത്തെ എല്ലാം ലിഫ്റ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലെ ചെക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബസ് 1-ലെ ടൂർ ഗൈഡാണ് ഈ കാണുന്നത്. അദ്ദേഹം നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു വ്യൂ. നമ്മുടെ വൈബ് ആളാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും ലോബിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്നിച്ച് ചെക്കൗട്ട് ചെയ്ത് പോകാമെന്ന് കരുതിയിട്ട്. ഇന്നാണെങ്കിൽ ഇവിടെ പുറത്ത് നല്ല മഴയാട്ടോ. അപ്പം പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകളധികം ചിത്രീകരിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം നമ്മളുടെ ബസ്സാണെങ്കിൽ കുറച്ച് താഴെ വന്ന് നിൽക്കുന്നു. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവി ട്രാഫിക്കാണ് ഇവിടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള കൺട്രികളിലെ ആദ്യത്തെ 10 സ്ഥാനത്തിൽ ബാങ്കോക്കും കൂടിയുണ്ട്. അപ്പം നിങ്ങൾ ഈ കാഴ്ചയെ കാണുന്നത് മണിക്കൂറുകളോളം ട്രാഫിക്ക് വരും. 80 കിലോമീറ്റർ വരെ ദൂരത്തിലൊക്കെ ട്രാഫിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാകണ്ടില്ലേ, എത്രയാ കാറുകളും ബൈക്കുകളും എല്ലാം നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഓഫീസ് ടൈമാണ്. അപ്പം ഓഫീസ് ടൈം ആകുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ മഴയും കൂടിയാണ് ഇന്നിവിടെ. അപ്പം മഴ കൂടിയാലും അതുപോലെ ട്രാഫിക്ക് ഒരുപാട് പ്രശ്നമാകും. പാർക്കിന്റെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടോ സൈഡിൽ കാണുന്ന ബസ്സുകൾ കണ്ടില്ലേ സാർ, ആ ബസ്സുകളിലേക്ക് സർവീസ് തരുന്നത് നിങ്ങൾക്ക് വൈകിട്ട് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് അവിടെ കണ്ടില്ല, അവിടെ ഒത്തിരി വണ്ടികൾ നിർത്തിയിട്ടാണ് സഫാരിയുടെ. ആ ബസ്സാണ് നമുക്ക് അതിൻ്റെ അകത്തേക്കുള്ള സർവീസ്.
ഇവിടെ നല്ല മഴയുള്ളത് കൊണ്ട് എല്ലാവരും റെയിൻകോട്ട് വാങ്ങിയിരിക്കുകയാണ്. കാരണം സഫാരി പാർക്കിലേക്ക് മഴ കൊണ്ട് ഒരുപാട് നടക്കേണ്ട സ്ഥിതിയുണ്ട്. അപ്പം റെയിൻകോട്ട് ഇല്ലാതെ പറ്റില്ല. കുറേ ദൂരം നടക്കുമ്പോൾ എന്തായാലും ചെറിയ തുള്ളികൾ വീണ് വീണ് മഴ നനയുമല്ലോ, അതുകൊണ്ട്. വലിയൊരു കോമ്പൗണ്ടിനകത്താണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പല വഴിക്ക് ഒരുപാട് വഴികൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗൈഡിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. പല വഴികളിലും പലതരം ഷോകളാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ സമയം കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗൈഡിൻ്റെ സഹായം ഉണ്ടായേ പറ്റൂ. അപ്പം അതല്ലെങ്കിൽ വഴിതെറ്റി പോകും, നമ്മൾ എവിടെ ചെന്നെത്തിയെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ കറങ്ങിയെടുത്ത് തന്നെ കറങ്ങിക്കൊണ്ട് നടക്കേണ്ടി വരും നമ്മൾ. ഞങ്ങൾ ഒറാങ്കുട്ടൻ ഷോ നടക്കുന്നിടത്ത് എത്തിയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഷോ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഈ റെയിൻകോട്ടൊക്കെ വാങ്ങി എത്തുമ്പോഴത്തേക്കും സമയം വൈകിപ്പോയി. എവിടെ ഉണ്ട് കേട്ടോ, അതാ ഇതാ മോളെ.
അങ്ങനെ എലിഫന്റ് ഷോ കഴിഞ്ഞു. ഇനി അടുത്തൊരു ഷോ കാണാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വലിയൊരു ഏരിയ ആണ്, അപ്പോൾ വേഗം പോയാൽ അവിടെ ഷോയ്ക്ക് സമയത്തിൽ എത്താൻ പറ്റൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.